ഇന്നലത്തെ ഇന്ത്യൻ ടീം ഒത്തിരി കുറവുകളുള്ള ഇന്ത്യൻ ടീമാണ്. ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ത്യൻ ടീമിലെ ബാറ്റ്സ്മാൻമാരെല്ലാം ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. ടോപ്പ് ഓർഡർ കംപ്ലീറ്റ്, സൂര്യകുമാർ യാദവ് ഒഴിച്ചു നിർത്തിയാൽ. പിന്നെ നമുക്കുള്ള ഹർദിക് പാണ്ഡ്യയാണ്, ഒരു റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ. ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിനും അവർക്ക് ബൗളിംഗ് ഐഡിയാസ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതിനും വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ തോൽക്കാൻ സാധ്യത കൂടുതലാണ് ഇനിയുള്ള മത്സരങ്ങളിൽ വിത്തൗട്ട് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ? ഒറ്റ കാരണം, റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ, ടെക്നിക്കലി പക്ക, ഫ്രീഡം അവൻ്റെ ഐഡിക്ക് അനുസരിച്ച് കൊടുത്താൽ അവൻ കളിക്കും, കളി ജയിപ്പിക്കും. അവൻ ടീമിലുണ്ടെങ്കിൽ 200 കടക്കാൻ ഒരു പ്രയാസവും ഇന്ത്യക്ക് വേണ്ട. അവൻ ടീമിലുണ്ടെങ്കിൽ കീപ്പിംഗ് കിട്ടാത്ത പല വിക്കറ്റുകളും നമുക്ക് കിട്ടും എന്ന് മാത്രമല്ല, അനിൽ കുംബ്ലെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ അശ്വിനെ പോലെയുള്ള, വരുൺ ചക്രവർത്തിയെ പോലെയുള്ള ബൗളേഴ്സിനെ കീപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുള്ള കഴിവ് അവനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഇന്നലത്തെ ബാറ്റിംഗ് ഓർഡർ പരിശോധിച്ചാൽ കയറിപ്പോയവരെല്ലാം ഇടത്ത് കയ്യന്മാരാണ്. ആകെ കളിച്ചത് ഒരു വലത്ത് കയ്യൻ. അപ്പോൾ നമ്മൾ ഇടത് കൈക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് മറ്റുള്ള ടീമുകൾ അവർ ബുദ്ധിയും ബോധമുള്ളവരല്ലേ, അവർ ടാക്റ്റിക്കലി മൂവ് ചെയ്യില്ലേ. ഇന്നലത്തെ ഫീൽഡിംഗ് സെറ്റിങ് ശ്രദ്ധിച്ചാൽ അഭിഷേക് ശർമ്മ ഞെട്ടിപ്പോയി. അവിടെ അങ്ങനെ ഒരു ഫീൽഡിംഗ് പൊസിഷനേ ഇല്ല ആദ്യ ഓവറുകളിൽ. ഡീപ്പ് മിഡ് വിക്കറ്റ് 2 സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണ് മറ്റുള്ള ടീമിലുള്ളവർ. നമ്മുടെ ബുദ്ധി മാത്രം ഒരു 3-4 സിക്സിൻ്റെ കുറവിലാണ് ഇന്ത്യ ഇന്നലത്തെ കളി ജയിച്ചത്. 3-4 സിക്സ് വന്നാൽ ഇന്ത്യ തീർന്നു. ഈവൻ നമ്മുടെ DSP വന്ന് 2 ഓപ്പണേഴ്സിനെ വിട്ടില്ലായിരുന്നെങ്കിൽ കളി കാണാമായിരുന്നു. അതാണ് പറഞ്ഞത്, എക്സ്പീരിയൻസ് ചെറുതല്ല, എക്സ്പീരിയൻസ് വലിയ കാര്യമാണ്. ടാലൻറ്റിനേക്കാളും വലുതാണ് എക്സ്പീരിയൻസ്. അതാണ് സൂര്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇനിയുള്ള കളികളിൽ സഞ്ജു ഓപ്പണിംഗായി വേണം. ഓക്കെ.